സാംസ്കാരിക രംഗത്ത് ഇന്നത്തെ കാലത്ത് എന്താണ് ഇങ്ങനെ ഇതിന് തൊട്ടുമുമ്പ് ഇത് കേട്ടത് വേടനെതിരായിട്ടായിരുന്നു. താങ്കളുടെ അഭിമുഖം ഞാൻ കാണാനിടയായി. വേടനെതിരെ, അതായത് കലാകാരൻ രാഷ്ട്രീയം പറയാൻ പാടുണ്ടോ? കലാകാരനൊരു രാഷ്ട്രീയ നിലപാട് പാടുണ്ടോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ചോദ്യം ഉന്നയിക്കുന്നതും ഇതിൽ അസംതൃപ്തി ഉണ്ടാക്കുകയും ചെയ്യുന്നത് സാധാരണ RSS ആണ്. തീവ്ര വലതുപക്ഷത്തിനാണ് ഈ പ്രശ്നമുള്ളത്. ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ആ RSS സ്വഭാവം കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്ന ലക്ഷണമാണ് വന്ധ്യവയോധികയായ അമ്മയായ നിലമ്പൂർ ഐഷയെ പോലും സൈബർ ലഞ്ചിങ്ങിന് വിധേയാക്കുന്നത്. നിലമ്പൂർ ഐഷ മാത്രമല്ല, KR മീരയെ പണ്ട് സൈബർ ലഞ്ചിങ്ങിന് വിധേയാക്കിയവരാണിവർ. KR മീര, ബെന്യാമിൻ, ഇവരുടെ അടിയേറ്റ് വാങ്ങാത്ത മനുഷ്യരാണുള്ളത്. ഒരു സൈബർ ഗുണ്ടകൾ, ഒരു സൈബർ കൾച്ചർ. ആ കൾച്ചർ ഇങ്ങനെ നിലമ്പൂർ ഐഷയുടെ മേലെ. അപ്പൊ ഞങ്ങൾക്ക് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, സ്വരാജിനെ കാണുന്നത്. ഇപ്പൊ ഞാൻ ഷഹബാസമന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുകയായിരുന്നു. ഷഹബാസമൻ പറഞ്ഞു, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനുഷ്യനാണ് സ്വരാജ് നേരിട്ട്, പക്ഷേ എന്റെ വോട്ട് ഇക്കുറി അയാൾക്കാണ്. അതെന്തുകൊണ്ട് വരുന്നു? അത് അയാളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതിൽ അസൂയപ്പെട്ട് അത് പറയുന്നവരെ കുതിര കയറിയിട്ട് എന്ത് കാര്യം? അങ്ങനെ ആകാൻ ശ്രമിക്കുകയല്ലേ വേണ്ടത്.